വികലാംഗർക്ക് താങ്ങാനാകുന്ന വിലയിൽ സഹായക ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സംരംഭമാണ് കെ-ഡിസ്ക് സ്ട്രൈഡ് എന്നത്. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ. പാഠപുസ്തകങ്ങൾ, വിദ്യാഭ്യാസ സാമഗ്രികൾ തുടങ്ങിയവ കുറഞ്ഞ ചിലവിൽ അയക്കാൻ കഴിയുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് ഗ്യാൻ പോസ്റ്റ് എന്നത്. മെയ് 1 മുതലാണ് സംവിധാനം നിലവിൽ വരുന്നത്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഊർജം പകരാൻ കൊല്ലം സിറ്റി പോലീസ് കർമ്മ പദ്ധതിയാണ് മുക്തോദയം എന്നത്. ലഹരിക്ക് അടിമപ്പെട്ട കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന സഹപാഠികൾ, യുവതിയുവാക്കൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായി അറിയിക്കാൻ സാധിക്കുന്ന ഹെൽപ്പ് ലൈനാണ് സഹായി എന്നത്. തെരുവുനായ വ്യാപനത്തിന് തടയിടാൻ വന്ധ്യംകരിച്ച നായ്ക്കുട്ടികളെ വളർത്താൻ നൽകുന്ന പദ്ധതിയാണ് എൻഡ് എന്നത്. എൻഡ് മീൻസ് ഏർലി ന്യൂട്രിങ് ഇൻ ഡോഗ്സ് എന്നാണ്. 8 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള നായ്ക്കുട്ടികളെ വന്ധ്യംകരിച്ച് ആവശ്യക്കാർക്ക് നൽകുന്ന പദ്ധതിയാണ്. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള സർക്കാരിൻ്റെ സമഗ്ര സംരംഭ പദ്ധതിയാണ് ജ്യോതി എന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ അതാത് പ്രദേശത്തെ സ്കൂളുമായി ചേർന്ന് നടപ്പിലാക്കുന്നു. കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് ഭാഷാ പഠനത്തിന് സഹായിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് റോഷ്നി എന്നത്. കുടിയേറ്റ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ സഹായിക്കുന്ന കേരള സാക്ഷരതാ മിഷൻ പദ്ധതിയാണ് ചങ്ങാതി എന്നത്. സംസ്ഥാനത്തെ മനുഷ്യ-വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പരിവേഷണം ചെയ്യുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതി ഗോത്രബേരി. പദ്ധതി ആരംഭിച്ചത് കേരള വനംവകുപ്പാണ്. സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണിയിൽ നിന്നും സ്വയം സംരക്ഷിക്കുന്നതിനുമായുള്ള പരിശീലനം നൽകുന്നതിനുമായി ദേശീയ വനിതാ കമ്മീഷൻ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് യശോദ AI എന്നത്. ഉത്തർപ്രദേശിലെ റായ്ബറയിൽ നിന്നുമാണ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. ആധുനിക കാർഷിക സാങ്കേതിക വിദ്യയെക്കുറിച്ച്, പുതിയ വിത്തിനങ്ങളെക്കുറിച്ചും കർഷകരിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് വീക്ഷിത് കൃഷി സങ്കല്പ് അഭിയാൻ എന്നാണ്. വീക്ഷിത് കൃഷി സങ്കല്പ് അഭിയാൻ എന്നത്. ക്യാമ്പയിൻ നടക്കുന്നത് 2025 മെയ് 29 മുതൽ 2025 ജൂൺ 19 വരെയാണ്. ഈ ക്യാമ്പയിനിലൂടെ കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അതുവഴി കൃഷിയിൽ കൂടുതൽ ഉൽപ്പാദനക്ഷമത കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പുതിയ വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ രോഗങ്ങളെ പ്രതിരോധിക്കാനും വിളവ് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. 3 ലക്ഷം വീടുകളിലേക്ക് വായനശാലകൾ മുഖേന പുസ്തകം എത്തിക്കുന്ന സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ പദ്ധതിയാണ് വീട്ടിലേക്കൊരു പുസ്തകം എന്നത്. പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് നീർവഴി എന്നത്. അധ്യാപകരെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ചിന്തകൾ വളർത്താൻ ഇത് സഹായിക്കുന്നു. അതുപോലെ സംസ്ഥാന എക്സൈസ് വകുപ്പ് ലഹരി വർജ്ജ മിഷൻ പദ്ധതിയാണ് വിമുക്തി എന്നത്. ആരാണ്? സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ ലഹരി വർജ്ജന മിഷനാണ് വിമുക്തി എന്നത്. അതുപോലെ ബോൺ നമ്പേഴ്സ് എന്നത് കുട്ടികളിലെ മദ്യപാനം തടയുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടിയാണ്. സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനും കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ബ്രാൻഡാണ് ജന ബ്രാൻഡ് എന്നാണ്. ജന ബ്രാൻഡ് നാഷണൽ കോർപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ മുഖേനയാണ് നടപ്പാക്കുന്നത്. ഉൽപ്പന്നങ്ങൾ നേരിട്ട് സംഭരിക്കുന്നതിനാൽ വിപണി വിലയേക്കാൾ 25% വരെ വിലക്കുറവിൽ സാധനങ്ങൾ നൽകാനാവും. അപൂർവ രക്തദാതാക്കളുടെ ഡാറ്റ സംയോജിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ഒരുക്കുന്ന ഓൺലൈൻ രജിസ്ട്രിയാണ് ഈ രക്തകോശ് എന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ്റെ നേതൃത്വത്തിലാണ് പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത്. റയർ ബ്ലഡ് ഗ്രൂപ്പുള്ള വ്യക്തികളുടെ വിവരങ്ങൾ അനായാസം ലഭ്യമാക്കാൻ ഇത് സഹായിക്കുന്നു. ഇന്ത്യയിലെ കൗമാരക്കാരായ പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനുള്ള സംരംഭമാണ് നവ്യ എന്നത്. 16 to 18 വയസ്സ് പ്രായമുള്ള, കുറഞ്ഞത് 10ാം ക്ലാസ് യോഗ്യതയുള്ള, പ്രത്യേകിച്ച് പാരമ്പര്യേതര ജോലികളിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് നവ്യ പദ്ധതി ആരംഭിച്ചു. 2025 ജൂൺ 24 ആരംഭിച്ചത്. ഈ പരിപാടി വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെയും നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിൻ്റെയും സഹകരണത്തോടുകൂടെയാണ്. ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് വയോസാന്ത്വനം എന്നത്. ഒരു ജില്ലയിൽ ഒരു സ്ഥാപനമാകും തുടങ്ങുക. 60 വയസ്സ് കഴിഞ്ഞ് നിരാശ്രയരും കിടപ്പ് രോഗികളുമായവരാണ് ഗുണഭോക്താക്കൾ. സംരക്ഷണവും സേവനങ്ങളും സൗജന്യമായിരിക്കും.